അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അടിമാലി യൂണിറ്റ് പ്രസിഡന്റും വർക്ക്ഷോപ്പ് ഉടമയുമായ PR അനിൽകുമാറിനെ അടിമാലി SHO മർദ്ദിച്ചതിനെ തുടർന്ന് ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി സമർപ്പിച്ചിട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധമറിയിക്കുന്നതായി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് കടന്നേക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റ് പ്രസിഡന്റും വർക്ക്ഷോപ്പ് ഉടമയുമായ PR അനിൽകുമാറിനെ 2025 ഡിസംബർ 30 അടിമാലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് SHO അകാരണമായി മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി ഉയർന്നത്. ഇത് സംബന്ധിച്ച പരാതി ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കും കൈമാറിയിട്ടുണ്ടെന്നും എന്നാൽ 2 ആഴ്ച പിന്നിടുമ്പോഴും പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന പരാതിക്ക് ഒത്തുതീർപ്പിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന വികാരത്തിന്റെ പുറത്താണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു സാധാരണക്കാരൻ ചെയ്യണമെങ്കിൽ ഏത് നിലക്കാണ് സാധാരണക്കാർ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീർപ്പിന് വേണ്ടി ചെല്ലുക? ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം നിന്നിട്ടുണ്ട്. കാരണം ഒരു തവണ അബദ്ധത്തിലടിക്കാൻ ഒരു കണ്ണിൽ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കൃത്യമായ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടത്തി നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള എന്നതിൽ സൂചിപ്പിക്കാനുള്ളത്. 10 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വൻ പ്രതിഷേധ പരിപാടികളും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരമുറകളിലേക്കും സംഘടന നീങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 26-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നു എന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് തരാത്ത സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിയമപരമായ ഒരു പരിരക്ഷ ലഭിച്ചില്ല എങ്കിൽ നമുക്ക് കോടതികളുണ്ട്. കോടതികൾ ഹൈക്കോടതി വരെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ. സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട്ട്, ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, ജില്ലാ സെക്രട്ടറി നിസാർ കാസിം, ജില്ലാ ഭാരവാഹികളായ സുമേഷ് S. പിള്ള, ജോസ് AJ, സജീവ് മാധവൻ, യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.